അവർ 3 വണ്ടി വന്നു. നമുക്ക് വീടിനകത്തേക്കൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എല്ലാം പോയി കിടക്കാം. അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഷെഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാനും മകനും. അജിയുടെ അമ്മയാണ് അല്ലേ? അതെ, അജിയുടെ അമ്മയാണ്. ആ ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? കാരണം അജിയാണ് ഇത് ആദ്യം കാണുന്നത്. അമ്മയെ വേഗം അങ്ങോട്ട് മാറ്റാനൊക്കെ കഴിഞ്ഞു. എങ്ങനെയായിരുന്നു അത്? 2 മണിയാകാൻ ഇപ്പം ഞാൻ ബാത്റൂമിൽ പോയി. അപ്പം അജി ഉറങ്ങിയിട്ടില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അതിൽ 11 മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേക്കുള്ളൂ. ഞാൻ പിന്നെ ബാത്റൂമിൽ പോയി വന്നു, കിടന്നു. അപ്പം കിടന്ന് കഴിഞ്ഞപ്പോൾ ലൈറ്റ് പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല. അപ്പോഴത്തേക്ക് അജി വന്നു, അമ്മ വാ, ഇവിടെ തീ പിടിക്കണമെന്നും പറഞ്ഞ് എന്നെ വലിച്ച ആ സൊസൈറ്റിയുടെ അവിടെ കൊണ്ടുപോയി ഇരുത്തി. അവൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അവരുടെ നല്ല സമയോചിതമായ ഇടപെടൽ മൂലം പെട്ടെന്ന് അവർ വന്നു. പെട്ടെന്ന് തീയണയ്ക്കാനും സാധിച്ചു. അതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും വന്നില്ല. ഇതൊക്കെ നമുക്ക് പോയതൊക്കെ നന്നാക്കാത്തതേ ഉള്ളൂ. ആളപായമൊന്നും വന്നില്ല. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ പുകപടലങ്ങളും വലിയ തോതിൽ ഉയർന്നു വന്നല്ലോ, അതൊരു ശ്വാസം പിന്നെ ഭയങ്കരതല്ല. എന്ത് വെച്ചിരിക്കും, ആരോഗ്യത്തിനൊന്നും പ്രശ്നമില്ല. അതുതന്നെ ഭാഗ്യം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്നെയും കൊണ്ട് അവൻ എങ്ങോട്ട് പോകും? അതാണ്, ഒന്നുമില്ല. അല്ലേ? ഭാഗ്യകരമായി ആ ഘട്ടത്തിൽ ഭാഗ്യം.